എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദവും ഈവും പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു പോയതാണ് ജീവവൃക്ഷത്തിൽ നിന്ന് കഴിക്കാനുള്ള ആ ഒരു എന്താ പറയുക, കൃപ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ അനുഗ്രഹം എന്ന് പറഞ്ഞാല്, അല്ലെ? അത് മനുഷ്യവർഗത്തിന് നഷ്ടപ്പെട്ടു പോയി. കാരണം പാപികളായി വീണുപോയിരുന്ന മനുഷ്യർ പിന്നെയും ജീവവൃക്ഷത്തിന്റെ ഫലവും കൂടെ കഴിച്ചിട്ട് പിന്നെ കാലാകാലങ്ങളും ജീവിക്കണം, ഇറ്റേണിറ്റി വരെ ജീവിക്കണം, ദൈവത്തിന് ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് ദൈവം അത് നമ്മളെ വിലക്കി. പക്ഷേ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് യേശുവിന്റെ വഴിയിൽ കൂടെ നടക്കുന്ന വ്യക്തികൾക്ക്, അവരുടെ വസ്ത്രം അവര് അലക്കിയിരിക്കുന്ന വ്യക്തികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വസ്ത്രം അലക്കുന്നതിനെ പറ്റി അല്ല പറഞ്ഞിരിക്കുന്നത്, ജീവിതം ക്ലീൻ ആക്കി വെക്കുന്ന വ്യക്തികൾക്ക്, അവർക്ക് ദൈവം പുതിയ ജെറുസലേമിലേക്കുള്ള വാതിൽ വഴി കടക്കാനുള്ള അനുവാദം തരികയും എന്താ പറയുക, ജീവവൃക്ഷത്തിൽ നിന്ന് കഴിക്കാനുള്ള അനുവാദം തരികയും ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഒപ്പം ജീവിതകാലം മൊത്തം നിത്യത മൊത്തം ജീവിക്കാനുള്ള അനുവാദം ദൈവം തരിക തന്നെ ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾക്ക് എന്താ പറയണേ, നമ്മുടെ സാൽവേഷനെ നേരെ ചൊവ്വയല്ല നോക്കി കാണുന്നതെങ്കിൽ, അതനുസരിച്ചുള്ള ജീവിതമല്ല അവൾ ജീവിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ യേശുവിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം എന്ന് പോലും നിർബന്ധമില്ല എന്ന് ചുരുക്കം, അല്ലെ? അപ്പം അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്ന കർത്താവ്, അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയും. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. അങ്ങയുടെ കൃപ പോലെ വേറെ ഒന്നില്ല കർത്താവേ. വീണുപോയിരുന്നവരെ തേടിയെത്തിയ ദൈവം അങ്ങ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ വചനം ഞങ്ങളോട് സംസാരിക്കാൻ എന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ താങ്ക് യു സോ മച്ച് മാസ്റ്റർ. വചനം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. യേശുവിൻ നാമത്തിനാമേ. നമുക്കിന്ന് വെളിപാടിലേക്ക് പോകാം. വെളിപാടിന്റെ 22ാമത്തെ ചാപ്റ്റർ, അവസാനത്തെ ചാപ്റ്ററിൽ അതിന്റെ 12 തൊട്ട് 15 വരെയുള്ള വാക്കുകൾ ഒന്ന് വായിക്കാം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, വെളിപാടിന് 22ന്റെ 12 തൊട്ട് 15 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ഇതാ ഞാൻ വേഗം വരുന്നു. യേശു പറയുന്ന വാക്കുകളാണ്, യേശുവിന്റെ വാക്കുകളാണ്. ഇതാ ഞാൻ വേഗം വരുന്നു, അല്ലെ? ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദ്യവും അന്ത്യനും ആകുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവൻ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രന്മാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഫോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ഇത് നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന്റെ ആൽഫയുടെ ഒമേഗയുടെ വാക്കുകളാണ്. യേശുക്രിസ്തുവാണ് ആൽഫ ആൻഡ് ഒമേഗ, ആദ്യനും അന്ത്യനും ആയിട്ടുള്ളവൻ. അവൻ പറയുന്ന വാക്കുകളാണ്. ഇങ്ങനെ പറഞ്ഞിരിക്കും: ഞാൻ വേഗം വരുന്നു, അല്ലെ? യേശുക്രിസ്തുവിന്റെ വരവ് വളരെയധികം അടുത്തിരിക്കുകയാണ്. എത്രത്തോളം അടുത്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. ഒരു കാര്യം ഉറപ്പായി, 2000 വർഷത്തിനേക്കാളും അടുത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും കഴിഞ്ഞിട്ട് 2000 വർഷം കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ, 2026 അല്ലെ വർഷം കഴിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തില് ഇനി അത്രയും നാളും കൂടെ കാത്തിരിക്കണമോ എന്ന് അറിഞ്ഞുകൂടാ. മിക്കവാറും തന്നെ ഏറ്റവും അടുത്തിരിക്കുന്ന സമയമാണ്. യേശുവിന്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു. അപ്പം യേശു പറയുന്ന ഒരു കാര്യം ഇവിടെ വെച്ചാല്, പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ദൈവം നമ്മുടെ ഹൃദയം കാണുന്നവനാണ്, അല്ലെ? 3ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ, വെളിപ്പാടിന്റെ 3ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞ്, മനസ്സും ഹൃദയവും കാണുന്നു, അല്ലെ? അത് അനുസരിച്ച് നമ്മുടെ പ്രവൃത്തി അനുസരിച്ച് റിവാർഡ് ചെയ്യുന്ന ദൈവം, അല്ലെ? പ്രവൃത്തി അനുസരിച്ച് പ്രതിഫലം തരുന്ന ദൈവം. നല്ല ചെയ്ത് നല്ലത് തന്നെ കിട്ടും, ചീത്തയാണ് ചീത്തയായിട്ട് തന്നെ കിട്ടുകയോ തന്നെ ചെയ്യും, അല്ലെ? അങ്ങനെയുള്ള ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ പുറത്ത് നിന്നുകൊണ്ട് ഹൃദയത്തിന്റെ വാതിൽ കൊട്ടുന്ന ദൈവം. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെന്നാണ് ഇഷ്ടം. അതാണ് ഹിതം. ദൈവത്തിന്റെ ഹിതം അങ്ങനെയാണ്. മനുഷ്യരുടെ ഇടയിൽ വസിക്കാൻ താല്പര്യപ്പെടുന്ന ദൈവമാണ് യേശു ക്രിസ്തു, അല്ലെ? യേശുവിന്റെ കൃപയുടെ ആ ഫുൾനെസ്സിൽ നിന്ന് കവിഞ്ഞൊഴുക്കുന്ന നമുക്ക് കൃപ തന്നിരിക്കും. നമ്മളെ എങ്ങനെയെങ്കിലും നമ്മളെന്നും ദൈവത്തിന്റെ കൂടെ ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ് ദൈവത്തിന്റെ ആഗ്രഹം, അല്ലെ? ചിലപ്പോഴെങ്കിലും നമ്മളിങ്ങനെ വിചാരിക്കും, എന്താ പറയുക, ദൈവത്തിന് എന്നെ ഇഷ്ടമല്ല, എന്താ പറഞ്ഞ, ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും കേൾക്കുന്നില്ല, എൻ്റെ ഉള്ളിൽ പാപം ഉണ്ടായിരിക്കും, അല്ലെ? പാവമൊക്കെ ചിലപ്പോൾ ഉണ്ടെങ്കിൽ ആ ദൈവം കേൾക്കത്തില്ലെന്ന് വിചാരിക്കും. പക്ഷെ കേൾക്കത്തില്ല. പക്ഷെ അതിനെപ്പറ്റിയല്ല പറഞ്ഞത്. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ പിശാചായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ചില ചിന്താഗതികളൊക്കെ ഉണ്ട്. ദൈവത്തിന് എന്നോട് താല്പര്യമില്ല, എന്നെ ഒട്ടും ഇഷ്ടമല്ല, ഞാൻ മറ്റുള്ളവരെ പോലെ ഒന്നും അല്ലല്ലോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു വിചാരം. അപ്പോൾ അത് വിചാരിച്ചിട്ട് അത് പിശാചിൽ നിന്നുള്ളതാണ്. കാരണം യേശുക്രിസ്തു നമ്മളെ ഇത്രയധികം സ്നേഹിക്കുന്നതുകൊണ്ടാണ് തന്നെ പാപമാക്കി തീർക്കാൻ
എന്താ പറയുക തുനിഞ്ഞത് അല്ലെ, പാപമാക്കി തീർക്കാൻ സമ്മതിച്ചത് ക്രോസ് ഓഫ് കാൽവറിയിൽ അല്ലെ. അവനിന്ന് നമ്മളുടെ ഹൃദയത്തിന്റെ പുറത്തുനിന്നോട്ട് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാതിൽ തുറന്നു കൊടുത്ത് അവൻ നമ്മുടെ ജീവിതത്തിന്റെ അകത്തേക്ക് വരിക തന്നെ ചെയ്യും അല്ലെ. ഇനി എന്താ പറയുക, യേശു പറഞ്ഞിരിക്കും ഒരു കാര്യം, ഹൃദയത്തെയും മനസ്സിനെ അറിയുന്നവൻ തൻ്റെ കയ്യിൽ പ്രതിഫലവും ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ നല്ലത് ചെയ്യുന്നവരായിരിക്കാം. നല്ലതെന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ, കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് നല്ലത് എന്ന് അത് നല്ല കാര്യമാണ്, അത് വാസ്തവം. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നല്ല കാര്യങ്ങളുണ്ട്. ഇപ്പൊ പീറ്ററും ജോണും കൂടെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പോകുമ്പോ ഈ കാല് വയ്യാത്ത മുടന്തനായിരിക്കുന്ന വ്യക്തിനെ അല്ലെ, ഇങ്ങനെ അവിടെ ബ്യൂട്ടിഫുൾ ഗേറ്റിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കൊണ്ടിരുത്തേക്ക് എല്ലാ ദിവസവും കൊണ്ടിരുത്തുക. പക്ഷെ ഇദ്ദേഹത്തെ നോക്കിക്കൊണ്ട് എന്താ പറയണേ, അദ്ദേഹം വിചാരിച്ച എന്തെങ്കിലും കൈമടക്ക് കിട്ടുമെന്ന് ഓർത്തിരുന്നു. പക്ഷെ പീറ്റർ എന്താ പറയുക, സിൽവറും ഗോൾഡും ഒന്നും എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ എന്താന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു നാമത്തെ എഴുന്നേക്കാൻ പറയുമ്പോൾ അദ്ദേഹം അതേ സുഖമാകുന്നു അല്ലെ. അപ്പോൾ പരീക്ഷന്മാർ ശാസ്ത്രന്മാർ ഇവരെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും പീറ്റർ ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വയ്യാതിരുന്ന ഒരു വ്യക്തിക്ക് ഞങ്ങൾ വഴി ദൈവം സുഖപ്പെടുത്തി അല്ലെ, അതിനാണോ നിങ്ങളിങ്ങനെ ഈ ഒരു നല്ല കാര്യം ചെയ്തതിനാണോ നിങ്ങൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പോ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് യേശുവിന്റെ വെളിച്ചം പകരുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം ചെയ്യുന്നത് അല്ലെ. നമ്മള് ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക നല്ല കാര്യം, ഒരു ജോഡി വസ്ത്രം മേടിച്ചു കൊടുക്കുക നല്ല കാര്യം, അതെല്ലാം നല്ല കാര്യം. പക്ഷെ എന്തിനാണ് അത് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെയൊക്കെ മൂല കാരണമെന്ന് നമ്മൾ പറയുന്നില്ല എങ്കിൽ അല്ലെ, യേശുവിനോട് ഉള്ള സ്നേഹം കൊണ്ട്, യേശു നമ്മളോട് ചെയ്യുന്നതാണെന്ന് ഉള്ള സ്നേഹം എന്നത് നമ്മളത് വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ അല്ലെ, അതൊരു നല്ല എന്താ പറയാ, ഭൗതികമായിട്ടുള്ള ഒരു നല്ല വർക്ക് മാത്രമായി പോകും അല്ലെ. കുറെ ചാരിറ്റി വർക്ക് ചെയ്യുന്നത് യേശു യേശു നമ്മൾ വഴി ചെയ്യുന്നതല്ല എങ്കിൽ അല്ലെ, ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരമുള്ള ഒരു വർക്കല്ല എങ്കിൽ അത് വെറും ഭൗതികമായിട്ടുള്ള ജഡത്തിന്റെ പരമായിട്ടുള്ള വർക്കായി തീരും അല്ലെ. അപ്പൊ എന്തെന്ന് പറഞ്ഞാലും ഇതെനിക്ക് പറയാനുള്ളത്, ഹോളി സ്പിരിറ്റ് ഗോഡ് നയിക്കുന്ന അനുസരിച്ചുള്ള വർക്കുകൾ ചെയ്യുക. ഹോളി സ്പിരിറ്റ് ഗോഡ് ചെയ്യുന്ന നമ്മളെ പ്രേരിപ്പിക്കുന്ന അനുസരിച്ചുള്ള വർക്കുകൾ ചെയ്ത് അതിന് മാത്രമേ ദൈവത്തിന്റെ മുമ്പിൽ വില ഉണ്ടാകത്തുള്ളൂ അല്ലെ. അപ്പോ അത് നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തിക്ക് അതിനുള്ള പ്രതിഫലം കിട്ടുന്നു, ചീത്തയാണെങ്കിൽ അതിന് അങ്ങനെ പ്രതിഫലം കിട്ടുന്നു അല്ലെ. 13ാമത്തെ വാക്ക്, ഞാൻ ആൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദ്യവും അന്ത്യനും ആകുന്നു. ജീവന്റെ ചില ആൾക്കാര് നമ്മുടെ മുസ്ലിം ഫ്രണ്ട്സ് അല്ലെ, മുസ്ലിം സഹോദരന്മാർ ഇവര് പറയുന്ന കാര്യ, യേശുക്രിസ്തു ദൈവമല്ല, യേശുക്രിസ്തു വെറും ഒരു പ്രവാചകന്മാരാണ്. ഇത് യേശുക്രിസ്തുവിന്റെ വാക്കാ. യേശുക്രിസ്തു പറയാ, ആദ്യം അന്ത്യനുമാവുന്നു, ഞാൻ ആൽഫയും ഒമേഗയാകുന്നു, ഒന്നാമത്തവനും ഒടുക്കത്തവനും ആകുന്നു. ഏതെങ്കിലും പ്രോഫറ്റുമാര്, ഏതെങ്കിലും പ്രവാചകന്മാർ ആദ്യവും അന്ത്യനും ആവുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആരെങ്കിലും പറയാൻ പറ്റുമോ? ആരെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും അതിനൊരു സെൻസ് ഉണ്ടോ, ഒരു മീനിങ് ഉണ്ടോ അല്ലെ. ഇപ്പൊ ഐസയ്യാ വലിയൊരു പ്രോഫറ്റ് ആയിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ആദ്യനുമാണ് അന്ത്യനെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം, അദ്ദേഹം മരിച്ചുപോയി അല്ലെ. യേശുക്രിസ്തു ദൈവമല്ലെന്ന് പറഞ്ഞ് എന്താ പറയാ, അതിനും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അല്ലെ. ഇപ്പൊ നോക്കിയത്, ഞാൻ ആദ്യനും അന്ത്യനും ആവുന്നു, ഞാൻ ആൽഫയാണ് ഒമേഗയാണെന്ന് യേശുക്രിസ്തു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇനി 14ാമത്തെ വാക്കാണ് ശരിക്കും പറഞ്ഞ എന്റെ ഇന്നത്തെ ടോപ്പിക്. ഇങ്ങനെ പറഞ്ഞിരിക്കുക, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും നമ്മുടെ വസ്ത്രം അലക്കുന്നവൻ ഭാഗ്യവാന്മാർ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുക, ഞാൻ വരുവാണ് നിങ്ങൾക്ക് റിവാർഡ് തരുന്നതിന് വേണ്ടി. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരുപക്ഷെ നിനക്കുള്ള റിവാർഡ് ഇതായിരിക്കാം അല്ലെ. നമ്മൾക്കുള്ള റിവാർഡ് എന്താ പറയുന്നത്, ഇങ്ങനെ തന്നെ പറയാം, നമുക്കുള്ള ഏറ്റവും വലിയ റിവാർഡ് ഇതെന്ന് വെച്ചാല് ആദ്യമല്ല, പുതിയതായിട്ട് ദൈവം കൊണ്ടുവരുന്ന ജെറുസലേമിലേക്ക്, ദൈവത്തിന്റെ സിറ്റി ആയിട്ടുള്ള ജെറുസലേമിലേക്ക്, അവിടെ എന്താ പറയാ, സൂര്യനും ചന്ദ്രനും ഒന്നുമില്ല, ലാമ്പ് അല്ലെ, ദൈവത്തിന്റെ കുഞ്ഞാട് തന്നെയാണ് അവിടുത്തെ വെളിച്ചമായിട്ടുള്ളത് അല്ലെ. ദൈവത്തിന്റെ എന്താ പറയാ, ടെമ്പിൾ ഇല്ല അവിടെ.
അവിടെ അതിന് പകരം ദൈവം തന്നെയാണ് അവിടുത്തെ ടെമ്പിൾ, അല്ലെ? ദൈവത്തിന്റെ പ്രസൻസ് ഉള്ള സ്ഥലം, ദൈവം സെന്റർ ആയിരിക്കുന്ന സ്ഥലം, അല്ലെ? പുതിയ ജെറുസലേം എന്ന് പറഞ്ഞ ദൈവമാണ് അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയാം. ദൈവമാണ് അതിന്റെ ആർക്കിടെക്റ്റ്, ദൈവമാണ് അതിന്റെ ഓക്സിജൻ, ദൈവമാണ് അവിടുത്തെ ലൈറ്റ്, ദൈവമാണ് അവിടുത്തെ യേശുക്രിസ്തുവാണ് അവിടുത്തെ എല്ലാം, അല്ലെ? ആ സ്ഥലത്തേക്ക് എൻട്രി ചെയ്യാനുള്ള നമുക്ക് എന്താ പറയാ അനുവാദം ദൈവം തരും. അത് തന്നെയല്ല, ജീവവൃക്ഷത്തിൽ നിന്ന് കഴിക്കാനുള്ള അധികാരവും നമുക്ക് തരും, അല്ലെ? എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ, അല്ലെ? തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വാഷിംഗ് മെഷീനിലേക്ക് കുറച്ച് തുണി എടുത്തിട്ട് അലക്കി ഉണക്കി എടുക്കുന്നതിനെ പറ്റി അല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവം ഇവിടെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾക്ക് ദൈവം പുതുതായിട്ട് തന്നിരിക്കുന്ന ആ റോബ്, അല്ലെ? നമ്മളുടെ പുതുതായിട്ട് തന്നിരിക്കുന്ന റൈച്ചസ്നെസ്, അല്ലെ? നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഒരു കാലത്ത് വീണു പോയവരായിരുന്നു. നമുക്ക് റോമർക്ക് ലേഖനത്തിൽ 5-ാമത്തെ ചാപ്റ്ററിലേക്ക് വരും, നമുക്കറിയാം നമുക്ക് ഫ്രീ ആയിട്ട് ദൈവത്തിന്റെ റൈച്ചസ്നെസ്, ദൈവത്തിന്റെ നീതിന്യായം, അല്ലെ? ദൈവം നമുക്ക് തന്നിരിക്കുവാണ്. നമുക്ക് ദൈവത്തിന്റെ ജീവൻ തന്നിരിക്കുക, ദൈവത്തിന്റെ ആ നീതി, അല്ലെ? ദൈവത്തിന്റെ റൈച്ചസ്നെസ് നമ്മുടെ ഉള്ളിൽ ഉള്ളക്കൊണ്ട് നമ്മൾ ഇന്ന് എന്താ പറയാ ഈ ജീവിതത്തെ നമ്മളിങ്ങനെ വാണുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, വാഴുന്നതിന് വഴി ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ദൈവം തന്നിരിക്കുന്ന ആ ഒരു വസ്ത്രം, അല്ല, അത് എന്നും വെള്ളയായിട്ട് തന്നെ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികൾ, അല്ലെ? അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാരുണ്ട്, അല്ലെ? ബ്ലെസ്ഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്. കാരണം അവർക്ക് പുതിയ ജെറുസലേമിലേക്ക് എൻട്രി ചെയ്യാനും അവർക്ക് ജീവിതകാലം, കാലാകാലങ്ങൾ, അല്ലെ, ഇറ്റേണിറ്റിയിൽ, നിത്യതയിൽ മൊത്തം ജീവിക്കുന്നതിന് വേണ്ടി വൃക്ഷത്തിന്റെ ഫലം, അല്ലെ? ജീവവൃക്ഷത്തിന്റെ വൃക്ഷത്തിൽ നിന്ന് നമുക്ക് പറിച്ച് കഴിക്കാനും സാധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോ എങ്ങനെയാണ് ഈ വസ്ത്രങ്ങൾ അലക്കുന്നത് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? ഈ ശരിക്കും പറഞ്ഞ ഈ വസ്ത്രങ്ങൾ അലക്കുക എന്നുള്ള ഒരു വാക്ക് നമ്മള് മലയാളം ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പോകുമ്പോൾ മിക്കവാറും തന്നെ ട്രാൻസ്ലേഷൻ അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ NKJV-യിലേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ആ വാക്ക് വസ്ത്രങ്ങൾ അലക്കുന്നവർ എന്നുള്ള വാക്കല്ല NKJV-യില്, ന്യൂ കിങ് ജെയിംസ് വേർഷനില്, അല്ലെങ്കിൽ ഇപ്പൊ കിങ് ജെയിംസിലേക്ക് പോകുമ്പോ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ നിന്ന് വായിക്കുക, ബ്ലെസ്ഡ് ആർ ദോസ് ഹു ഡു ഹിസ് കമാൻഡ്മെന്റ്സ് that they may have the right to the tree of life and may enter through the gates into the city. But blessed are those who do his commandments. ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ. അപ്പം വസ്ത്രം അലക്കുക എന്ന് പറയുമ്പോൾ, വസ്ത്രം അലക്കി വെളുപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഒന്നാമത് തന്നെ കാര്യം പറയട്ടെ, അത് പാസ്റ്റ് ടെൻസ് അല്ല പറഞ്ഞിരിക്കുന്നത്, പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും വസ്ത്രം അലക്കുന്നവരായിരിക്കണം, എല്ലാ ദിവസവും ക്ലീൻ ആക്കി വെക്കുന്നവരായിരിക്കണം, എല്ലാ ദിവസവും അവനവന്റെ ക്രോസും എടുത്തുകൊണ്ട് യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കണം. എല്ലാ ദിവസവും, അല്ലെ? നമ്മുടെ പാപത്തിനെ പറ്റി, നമ്മൾ പാപങ്ങൾ ചെയ്യാതിരിക്കുകയും അബദ്ധം ചെയ്തു പോയിക്കൊണ്ട് അത് ദൈവത്തോട് ക്ഷമ ചോദിക്കുക, അല്ലെ? എല്ലാ ദിവസവും വചനം വായിക്കുന്ന വ്യക്തികളായിരിക്കും. ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം, കമാൻഡ്മെന്റ്സ് ദൈവത്തിന്റെ വചനമല്ല, അതനുസരിക്കുമ്പോൾ, അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മളെ വസ്ത്രങ്ങൾ വെള്ളയാക്കി നിർത്താൻ സാധിക്കുന്നത്, അല്ലെ? നമുക്കറിയാം, ജോണിന്റെ 15-ലേക്ക് പോകുമ്പോൾ 3-ാമത്തെ വാക്കിലൊക്കെ പറയുന്നത് ഇങ്ങനെ, ഞാൻ പറഞ്ഞിരിക്കുന്ന വചനം കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിരിക്കുന്ന വചനം കൊണ്ട് എന്താ പറയണം, യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന വചനം കൊണ്ട് നിങ്ങൾ ഓൾറെഡി ക്ലീൻ ആക്കിയിരിക്കുക. കാരണം അവര് വിശ്വസിച്ചു, അല്ലെ? നമ്മൾ പിന്നെ 1-ാമത്തെ പത്രോസിലേക്ക് പോകുമ്പോ 1-ാമത്തെ പത്രോസിന്റെ 1-ാമത്തെ ചാപ്റ്ററിന്റെ 22-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞേക്കുക, എന്നാൽ സത്യം അനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കുക കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സേവിപ്പിൻ. അപ്പൊ സത്യം അനുസരിക്കുന്നത് കൊണ്ട്, സത്യം എന്ന് പറഞ്ഞാൽ ഏതാണ്? ദൈവത്തിന്റെ വചനമാണ് സത്യം, അല്ലെ? അതനുസരിച്ചുകൊണ്ട് എന്താ പറ്റുക? നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ ആത്മാക്കളെ നിർമ്മലമായ പ്രീതിക്കായിട്ട് സഹോദരപ്രീതി നിർമ്മലീകരിച്ചിരിക്കുന്നു. വെച്ചാൽ നമ്മുടെ ആത്മാക്കളെ നിർമ്മലീകരിച്ചിരിക്കുന്നു, നമ്മുടെ ആത്മാക്കളെ ക്ലെൻസ് ചെയ്തിരിക്കുന്നു, നമ്മുടെ ആത്മാക്കളെ ക്ലീൻ ചെയ്തിരിക്കുന്നു, അലക്കിയിരിക്കുന്നു, അല്ലെ? വൃത്തിയാക്കിയിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം അനുസരിക്കുമ്പോൾ ഇങ്ങനെയാണ് പറ്റുന്നത്. സത്യം അനുസരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനല്ല, ആത്മാവിന്, അല്ലെ? ആത്മാവിന്
ക്ലീൻ ആത്മാവ് ക്ലീൻ ആക്കപ്പെടുക ചെയ്യുന്നത്, അല്ലെ? ആത്മാവ് വെളുത്താക്കപ്പെടുകയാണ് ചെയ്യുന്നത് അല്ല. അപ്പൊ ദൈവം ഇവിടെ പറഞ്ഞു വെച്ചപ്പോ വസ്ത്രം അലക്കുന്നവർ എന്നിങ്ങനെ പറഞ്ഞിരിക്കുകയെന്ന് വെച്ചാല് ദൈവത്തിന്റെ വചനം അനുസരിച്ച് നടക്കുന്ന വ്യക്തികൾ. ഇനി ഈ 1 പത്രോസിന്റെ ഈ 22 വാക്കിന്റെ അകത്ത് ഒരു കാര്യം ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോ അതും എന്താ പറയാ NKJV അല്ല കിങ് ജെയിംസ് വേർഷൻ പോലെ അവിടെ മാത്രം കിങ് ജെയിംസിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യമല്ല, ബാക്കിയുള്ള വേർഷൻസിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ ഇപ്പൊ പറഞ്ഞല്ലോ, നല്ല സത്യം അനുസരിക്കാൻ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കുന്നത് എന്നുള്ള ആ വാക്കിന്റെ കൂടെ പറഞ്ഞിരിക്കുക. അതെങ്ങനെ നടക്കുന്നു വെച്ച് കഴിഞ്ഞാല് ത്രൂ ഹോളി സ്പിരിറ്റ് ഗോഡ്. എന്ന് വെച്ചാൽ ഹോളി സ്പിരിറ്റ് ഗോഡ് വഴിയാണ് നടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർമ്മലീകരിക്കപ്പെടുന്ന വെച്ചാൽ സത്യം അനുസരിക്കാനുള്ള കൃപ അതെല്ലാം വരുന്ന ദൈവത്തിൽ നിന്നാണ്. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ മിടുക്കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മളെ തന്നെ ക്ലീൻ ചെയ്ത് വെക്കാൻ, നമ്മുടെ ആത്മാവിനെ ക്ലീൻ ചെയ്ത് വെക്കാൻ ഒന്നും നമുക്ക് സാധിക്കത്തില്ല. നമ്മുടെ പ്രവൃത്തികളെ നേരെ ചൊവ്വേ ചെയ്യാനൊന്നും നമുക്ക് സാധിക്കത്തില്ല. ഒന്ന് മാത്രമേ ഹെൽപ്പ് നമുക്ക് ഹെൽപ്പ് ഹോളി സ്പിരിറ്റ് ഗോഡിൽ നിന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ വഴി നടക്കാൻ സാധിക്കത്തില്ല. യേശുവിന്റെ വഴി നടക്കണമെങ്കിൽ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഹെൽപ്പ് തന്നെ വേണം. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഹെൽപ്പോട് കൂടി മാത്രമുള്ളൂ നമുക്ക് നമ്മുടെ വഴികളെ എന്താ പറയാ ക്ലീൻ ആക്കി വെക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലെ? ദൈവത്തിന്റെ കമാൻഡ്മെന്റ് അല്ലെങ്കിൽ ദൈവത്തിന്റെ സത്യം അനുസരിക്കുന്നു. അപ്പൊ അനുസരണയാണ് നമ്മളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കാര്യം, അല്ലെ? ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ പറയുമ്പോൾ ചിലപ്പോ അത്ര ഈസി അല്ല പല ആൾക്കാർക്കും. പക്ഷെ ദൈവം ഇവിടെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മള് ദൈവത്തിന്റെ വചനം അനുസരിക്കുമ്പോൾ നമ്മളെ തന്നെ ക്ലീൻ ആക്കി വെക്കും. നമ്മുടെ വസ്ത്രം അലക്കിയതുപോലെ ആക്കി തീർക്കുമെന്ന്. വസ്ത്രത്തെ ക്ലീൻ ആക്കുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മളെ തന്നെ അലൗ ചെയ്യുവാണ്, അല്ലെ? ദൈവത്തിന്റെ പ്രോമിസുമായിട്ടൊന്ന് അലൈൻ ചെയ്ത് നിർത്തുക എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ വസ്ത്രങ്ങൾ ക്ലീൻ ആക്കിയിരിക്കുന്ന വ്യക്തികൾക്ക് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക. എല്ലാ ദിവസത്തെ കാര്യം പറയുന്നത്, അല്ലെ? 22 വാക്കിന്റെ 22 ചാപ്റ്ററിന്റെ 14 വാക്കിന്റെ പറഞ്ഞിരിക്കുക വസ്ത്രം അലക്കുന്നവർ, അല്ലെ? എല്ലാ ദിവസവും അലക്കിക്കൊണ്ടിരിക്കുക, എല്ലാ ദിവസവും ക്ലീൻ ആയിക്കൊണ്ടിരിക്കുക, എല്ലാ ദിവസവും ദൈവത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കട്ടെ ചെയ്ത തെറ്റുകളെ ഓർത്ത്, അല്ലെ? ദൈവത്തിന്റെ വചനം എന്താ പറയാ ഒരു ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഇൻട്രസ്റ്റോട് കൂടി കഴിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വചനം നമ്മുടെ ബോണിന്റെ അകത്ത്, അല്ലെ, ഫയർ പോലെ ഇങ്ങനെ നിന്നോണ്ടിരിക്കുക. ദൈവത്തിന്റെ വചനമാണ് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യം. അങ്ങനെയൊക്കെ ഉള്ളവര് അവർക്ക് ജീവവൃക്ഷത്തിലേക്കുള്ള അധികാരം കൊടുക്കും. പിന്നെ നഗരത്തിൽ പുതിയ ജെറുസലേമിൽ കടക്കാനും സാധിക്കും. നമുക്ക് എന്താണോ ഗാർഡൻ ഓഫ് ഈഡൻ, അല്ലെ, ഏദൻ തോട്ടത്തെ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്, ആദവും ഹവ്വായും, അല്ലെ? ആദവും ഹവ്വായും പാപം ചെയ്തുകൊണ്ട് വീണു പോയവരായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിന് അവർക്ക് എന്താ പറയുക, ദൈവത്തിന് അവര് ജീവവൃക്ഷത്തിന്റെ ഫലം കഴിക്കണമെന്ന് താല്പര്യമില്ലാതെ, അതുകൊണ്ടാണ് ദൈവം അവരെ പുറത്ത് വിട്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവവൃക്ഷത്തിന്റെ ഫലം കൊണ്ട് കഴിച്ചിരുന്ന അവര് ആ പാവമായിട്ട് ജീവിതകാലം മൊത്തം, അല്ലെ, എന്താ പറയുക ഇറ്റേണിറ്റി മൊത്തം ജീവിച്ചു പോയതിന്. അപ്പൊ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവം പറഞ്ഞതല്ല, അങ്ങനെയല്ല, ഞാൻ ഈ വ്യക്തികളെ എന്താ പറയാ ആ പാപം കൊണ്ട് ഇങ്ങനെ കാലകാലങ്ങൾ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. പക്ഷെ അതിന് ഞാനൊരു പരിഹാരം കൊണ്ടുവരുമോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എൻ്റെ മകനെ ഈ ലോകത്തിലേക്ക് വിടുന്നു. അവനിൽ വിശ്വസിക്കുമ്പോൾ, അല്ലെ, അവരുടെ പാപങ്ങൾ കളഞ്ഞു പോവുകയും അവർക്ക് ഒരു വെള്ള വസ്ത്രം, അല്ലെ, റൈച്ചസ്നെസ്, നീതി അത് കൊടുക്കുകയും ചെയ്യുന്നു. അവര് അങ്ങനെയുള്ളവര് എന്താ പറയാ അവർക്ക് ജീവവൃക്ഷത്തിൽ നിന്ന് കഴിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്, പുതിയ ജെറുസലേമിലേക്ക് എൻ്റർ ചെയ്യുകയും ചെയ്യും, അല്ലെ? ഇനി 15 വാക്ക് പറഞ്ഞിരിക്കുക, നായ്ക്കളും ശുദ്രന്മാരും ദുർനടപ്പുകാരും കുലപാതകന്മാരും ബിംബാരാധികളും പോഷ്കിൽ പ്രിയപ്പെട്ടവരും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. അപ്പൊ ഇത് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത് വിശ്വാസത്തിലുള്ളവരെ പറ്റി പറയുന്ന കാര്യമില്ല, വിശ്വാസികൾ അല്ലാത്തവരെ പറ്റി പറയുന്ന കാര്യമാണ്, അല്ലെ? നമുക്കറിയാം ദുർനടപ്പുകാര്, കൊലപാതകന്മാര്, ബിംബാരാധികള്, നമ്മുടെയൊക്കെ മനസ്സിനകത്ത് ബിംബങ്ങളുണ്ടോ? എത്രമാത്രം ബിംബം വെച്ചുകൊണ്ട് നടന്നുകൊണ്ടിരുന്ന വ്യക്തികൾ നമ്മളൊക്കെ. കൊലപാതകം എന്ന് പറഞ്ഞ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന എന്താ പറയാ സഹോദരന്മാരിൽപ്പെട്ട ആരെങ്കിലും നമ്മള് എന്താ ഫൂളെന്ന് പോലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെ? റാക്കാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രശ്നം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം. ദുർനടപ്പുകാര്, അല്ലെ, സെക്ഷലി ഇമ്മോറൽ തിങ്, ഏതെങ്കിലും സ്ത്രീയെ മോശപ്പെട്ട രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ, കണ്ണോട് നോക്കിക്കഴിഞ്ഞാൽ, കൈകൊണ്ട് ചെയ്യുമ്പോഴും വേണ്ട, കണ്ണോട് നോക്കിയാൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. സ്ത്രീനെ നോക്കുന്ന കാര്യം തന്നെ, സ്ത്രീകൾ പുരുഷന്മാരെ നോക്കുക അത് തന്നെ കാര്യം.
അല്ലെ? ദൈവത്തിന്റെ എന്താ പറയാ കിങ്ഡത്തിലായിരിക്കേണ്ട വ്യക്തികൾ നമ്മുടെ കണ്ണുകൾ നമ്മുടെ സെൻസുകളും എന്താ പറയാ പ്രോപ്പറാക്കി നിർത്താനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മുടെ ശരീരത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കണ്ണ്. അപ്പൊ കണ്ണ് കാണുന്ന നേർച്ചയുള്ള കാര്യങ്ങളല്ല കാണുന്നെങ്കിൽ പ്രശ്നത്തോട് പ്രശ്നം. നമ്മുടെ ശരീരത്തിലൊക്കെ നിറച്ചും ഇരുട്ടായിരിക്കും. നമ്മുടെ ജീവിതം മൊത്തം ഇരുട്ടായി പോയിരിക്കും അല്ലെ? അപ്പം എന്താ പറയണേ ഇങ്ങനെ കൊലപാതകന്മാരും ബിംബാരാധ്യവും പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ഫോഷ്കിൽ പ്രിയപ്പെടുന്ന അല്ലെ, ഹിപ്പോക്രിറ്റ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ നമ്മളിലൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ അത്? അല്ലെ, നമ്മൾ പലർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ ഒന്നാമത്തെ പത്രോസിൽ പോകുമ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ 1ഉം 2ഉം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവം അസൂയയും എല്ലാ നുണയും നീക്കി കളഞ്ഞിട്ട്. ഇത് ചർച്ചിന് വേണ്ടി എഴുതുന്ന കാര്യം എന്ന് ഓർത്തോണം അല്ലെ? അപ്പൊ നമ്മളുടെ ഉള്ളിൽ ചതിയുണ്ട്, വ്യാജഭാവമുണ്ട്, അസൂയുണ്ട്, നുണയുണ്ട്, അതൊക്കെയുണ്ട് അല്ലെ? ദൈവത്തിന്റെ മക്കളെന്ന് പറയുകയും അതോടൊപ്പം തന്നെ ഇതെല്ലാ കാര്യങ്ങളും ഉള്ള വ്യക്തികളാണ് നമ്മളോട് പറയുക, പത്രോസ് പറയുക, ഇതെല്ലാം നിങ്ങൾ മാറ്റിക്കളഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പിൻ അല്ലെ? അപ്പൊ ഇപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങള് അവർക്ക് വചനമല്ല, അവർക്ക് പാലിന്റെ ആവശ്യമുള്ളതുപോലെ അല്ലെ? എന്താ പറയുക, ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ അല്ലെ? വളരുന്നതിന് വേണ്ടി, യേശുക്രിസ്തുവിൽ വളരുന്നതിന് വേണ്ടി വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പിൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വചനം വേണം നമ്മുടെ ഉള്ളില്. വചനം വേണം. അപ്പൊ നമ്മള് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 3-ാമത്തെ ചാപ്റ്റർ കൊളോഷ്യന്റെ അല്ലെ? നമ്മള് വീണ്ടും ജനിച്ചിരിക്കുന്നവരാണെങ്കിൽ, യേശുവിന്റെ ഒപ്പം ഉയർത്തെഴുന്നേറ്റവരാണെങ്കിൽ സ്വർഗത്തുള്ള കാര്യത്തെപ്പറ്റി ചിന്തിക്കുക, ഈ ലോകത്തുള്ള കാര്യത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കട്ടെ അല്ലെ? വചനം ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കട്ടെ നമ്മുടെ ഹൃദയത്തില്. അതാണ് ദൈവം പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വചനം ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കട്ടെ എന്നാ പറഞ്ഞിരിക്കുന്നത്. വചനത്തിന് മാത്രമേ ഉള്ളൂ നമ്മളെ ക്ലീൻ ആക്കാൻ സാധിക്കത്തുള്ളൂ. ഹോളി സ്പിരിറ്റ് ഗോഡ് ആ വചനം കൊണ്ട് നമ്മളെ ക്ലീൻ ആക്കുമ്പോൾ അല്ലെ, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിൽ വചനം ഇരിക്കുമ്പോൾ അത് ഇരുതല മൂർച്ച ഉള്ള വാള് പോലെയാണ് അല്ലെ? ഹോളി സ്പിരിറ്റ് ഗോഡ് അതിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ആവശ്യമില്ലാത്ത സ്വഭാവങ്ങളും ആവശ്യമില്ലാത്ത തീരുമാനങ്ങളും എല്ലാം അല്ലെ, വൃത്തികെട്ട രീതിയിലുള്ള ചിന്താഗതികൾ അങ്ങനെ എല്ലാം പോകും അല്ലെ? അപ്പൊ നമ്മള് പ്യൂരിഫൈഡ് ആകും അല്ലെ? നമ്മള് ക്ലെൻസ് ചെയ്യപ്പെട്ടവരും പ്യൂർ പെട്ടിരിക്കുന്ന വ്യക്തികളായി തീരുക തന്നെ ചെയ്യും അല്ലെ? പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളെ തന്നെ ഹോളിസ്പിരിറ്റിന്റെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കുക തന്നെ വേണം. നമ്മൾ കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഹോളിസ്പിരിറ്റ് കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല അല്ലെ? വചനം എന്താ പറയുക, അത് പ്രാവർത്തികമാകുന്നത് നമ്മളെ തന്നെ ഹോളിസ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴാണ് അല്ലെ? ദൈവത്തിന്റെ വചനം അനുസരിച്ച് നടക്കുമ്പോൾ, അത് ഹോളിസ്പിരിറ്റ് ഗോഡിന്റെ ഹെൽപ്പോടുകൂടി നടക്കുമ്പോൾ അല്ലെ? നമ്മള് ഹോളി സ്പിരിറ്റ് ഗോഡിന് നമ്മുടെ ജീവിതത്തിൽ അധികം വർക്ക് ചെയ്യുന്നുള്ള നമ്മൾ ചാൻസ് ഒന്നും കൊടുക്കാൻ നമ്മുടെ തന്നെ തീരുമാനത്തിൽ മുമ്പോട്ട് പോകുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ വസ്ത്രം അലക്കാതെ ഫിൽത്തി റാഗ് പോലെ അല്ലെ, ചീഞ്ഞളിഞ്ഞ പഴന്തുണി പോലെ പിന്നെ ആയിപ്പോവുക തന്നെ ചെയ്യും. അപ്പൊ അതിനായിട്ടല്ല നമ്മൾ വിളിച്ചിരിക്കുന്നത് അല്ലെ? നമ്മളെ തന്നെ ദൈവത്തിന്റെ കൈകളിലേക്ക് പരമേൽപ്പിച്ചു കൊടുക്കുക. ഹോളി സ്പിരിറ്റ് ഗോഡ് ദൈവത്തിന്റെ വചനം വഴി ഒരു വർക്ക് ചെയ്യട്ടെ. അങ്ങനെയാകുമ്പോൾ അല്ലെ, നമുക്ക് നിത്യതയിൽ ജീവിക്കുന്നതിന് വേണ്ടി വൃക്ഷത്തിന്റെ ഫലം നമുക്ക് കഴിക്കാൻ സാധിക്കും അല്ലെ? നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യം, ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ കാര്യം ദൈവം നമുക്ക് തിരിച്ചു തരുക തന്നെ ചെയ്യും അല്ലെ? പുതിയ ജെറുസലേമിലേക്ക്, അവിടെ പ്രകാശമായിട്ട് എന്താ പറയുക, കുഞ്ഞാട് തന്നെയാണുള്ളത് അല്ലെ? അവിടെ എന്താ പറയണേ, ദൈവമുണ്ട്, ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ട് അവിടെ. ടെമ്പിൾ ഒന്നുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ അല്ലെ? ദൈവത്തിന്റെ പ്രസൻസിൽ നമ്മളായിരിക്കണമെങ്കിൽ അല്ലെ, പ്യുവർ ആയിട്ടുള്ള പ്രസൻസ്, ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രസൻസ് ആയിരിക്കണമെങ്കിൽ നമ്മള് അന്യരെ സ്നേഹിച്ചുകൊണ്ട്, ദൈവത്തിന്റെ വചനം അനുസരിച്ചുകൊണ്ട് അല്ലെ, ദൈവത്തിന്റെ വചനത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് എന്ത് തീരുമാനം എടുത്താലും ദൈവത്തിന്റെ വചനത്തെ മാത്രം ബേസ്ഡ് ആയിട്ടുള്ള തീരുമാനം എടുത്തുകൊണ്ട് ദൈവത്തിന് എത്രമാത്രം ഗ്ലോറി ചെയ്യാൻ സാധിക്കും, നമുക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് അതെല്ലാം നോക്കി കണ്ട് ചെയ്തുകൊണ്ട് നമ്മള് എന്താ പറയുക, മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു നല്ല ജീവിതം ഈ ലോകത്തുണ്ടാവും. പിന്നെ അതോടൊപ്പം തന്നെ നിത്യതയിൽ നമ്മൾ യേശുക്രിസ്തുവിന്റെ ഒപ്പമായിരിക്കും. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളപ്പോൾ ഒന്ന് പ്രാർത്ഥന കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവ്, താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. ഇന്ന് വചനം കേൾക്കാൻ സാധിച്ചു നന്ദി പറയുന്നു കർത്താവേ. ലോർഡ് ഗോഡ് ഓൾമൈറ്റി, അങ്ങയുടെ വഴിയിൽ നടക്കുന്ന വ്യക്തികളായിരിക്കട്ടെ ഞങ്ങൾ കർത്താവ്. അങ്ങയുടെ വചനം ഞങ്ങളെ പൂൺ ചെയ്യുന്നു കർത്താവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രാർത്ഥിക്കുക, ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരാനുള്ള ഞങ്ങൾ തന്നെ അപേക്ഷിക്കുന്നു യേശു നാമത്തിൽ കർത്താവ്. ഞങ്ങളുടെ കണ്ണുകൾ അങ്ങിൽ തന്നെയാകട്ടെ യേശു നാമത്തിൽ. ആമേൻ. ഇത് കേട്ടതിന് നന്ദി. ദൈവത്തിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.